ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ലഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഈ നാടിൻ്റെ സമാധാന അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുക മാത്രമല്ല, വർഗീയ കലാപത്തിൻ്റെ ഒരു അംശം പോലും, അതിൻ്റെ ഒരു തീപ്പൊരി പോലും പാറാതെ സംരക്ഷിച്ച കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഉയർന്നു വന്ന വ്യാപകമായ വ്യാജ പ്രചാരണങ്ങൾക്ക് വേണ്ടത്ര പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. ജനങ്ങളുടെ തെറ്റിദ്ധാരണകളെ മാറ്റിയെടുക്കാനും ഒരുപക്ഷെ കഴിയാതെ വന്നിട്ടുണ്ടാവും. അതെല്ലാം ഇടതുപക്ഷ മുന്നണിയും പാർട്ടിയും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതുപോലെ വികസനം നടന്ന ഒരു കാലം, ഇത്രയും ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള വർഷങ്ങൾ, മതനിരപേക്ഷത കാത്തു സൂക്ഷിച്ച് വർഗീയ കലാപത്തിൻ്റെ ഒരു നേരിയ തരി പോലും വീഴാതെ കാത്തു സൂക്ഷിച്ച ഒരു കാലം ഇതിനു മുമ്പ് മറ്റൊന്നുണ്ടായിട്ടില്ല. ഇതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തൽ എവിടെയെങ്കിലും പോരായ്മകൾ പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഏതായാലും തലശ്ശേരി അഭിമാനകരമായ വിജയമാണ് ഈ തരംഗത്തിനിടയിലും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തലശ്ശേരിയുടെ പുരോഗമനപരമായ മതനിരപേക്ഷ പാരമ്പര്യം, അതിൻ്റെ ഇടതുപക്ഷ കരുത്ത് ഒരിക്കൽ കൂടി ഈ കൊടുങ്കാറ്റിനിടയിലും ഒലയാതെ പിടിച്ചുയർത്തിപ്പിടിക്കാൻ സാധിച്ച ഒരു തെരഞ്ഞെടുപ്പ് വിധിയെഴുത്താണ് തലശ്ശേരിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ മണ്ഡലത്തിൽ വിജയിപ്പിച്ച പുരോഗമനവാദികളായ മതനിരപേക്ഷ വിശ്വാസികളായ എല്ലാ നാട്ടുകാർക്കും ഈ സന്ദർഭത്തിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതൊക്കെ പരിശോധിച്ചിട്ട് പറയാനേ പറ്റും. തീർച്ചയായിട്ടും ഇത്രയും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താണ് ഇങ്ങനെ ഒരു തിരിച്ചടിക്ക് കാരണമായിട്ടുള്ളത് എന്ന് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരാൾക്കും നിഷേധിക്കാനാവുന്ന കാര്യങ്ങളല്ല. പക്ഷേ എന്തെല്ലാം ഘടകങ്ങളാണ് ഈ നന്മകൾക്കെതിരായി തിന്മകളുടെ പ്രചാരണം സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിച്ച് അതൊക്കെ തിരുത്താൻ നമുക്ക് സാധിക്കും. ഇടതുപക്ഷം ഇതുപോലെ തിരിച്ചടി നേരിട്ട ഘട്ടങ്ങളിലൊക്കെ അതിശക്തമായി തിരിച്ചു വന്നിട്ടുണ്ട്. കേരളത്തിലും അത് തിരിച്ചു വരാതിരിക്കില്ല, ഒന്നും അവസാനത്തേതല്ല എന്ന് വളരെ വ്യക്തമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്.